2026 ഏപ്രിൽ 1 നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് 6 വിക്കറ്റിന് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ തകർത്ത് IPL 2026 സീസണിന് വിജയത്തുടക്കം കുറിച്ചു. ലക്നൌവിലെ ഏകാന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിലായിരുന്നു ഈ വാശിയേറിയ പോരാട്ടം. ടൂർണമെന്റിന്റെ തുടക്കത്തിലെ തന്നെ ഒരു നിർണായക മത്സരമായിരുന്നു ഇത്. യുവതാരം സമീർ റിസ്വിയാണ് ഡൽഹി ക്യാപിറ്റൽസിന് ഈ വിജയം സമ്മാനിച്ചത്. പരിങ്ങിയ സമയത്ത് ടീമിന്റെ ചേസിനെ മുന്നോട്ട് നയിച്ച സമീർ 37 പന്തിൽ 70 റൺസെടുത്ത് പുറത്താകാതെ നിന്നു. ലക്നൌ സൂപ്പർ ജയന്റ്സിനെ സംബന്ധിച്ച് ഋഷഭ് പന്തിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ഇതൊരു ആദ്യ വെല്ലുവിളിയായിരുന്നു. ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനുള്ള ഋഷഭ് പന്തിന്റെ അപ്രതീക്ഷിത തീരുമാനം വെറും 7 റൺസെടുത്തമായ റണ്ണട്ടിൽ അവസാനിക്കുകയായിരുന്നു. IPL 2026-ലെ 84 മത്സരങ്ങളുള്ള ഈ നീണ്ട ലീഗ് ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇരു ടീമുകൾക്കും ഇതൊരു പ്രധാന സൂചന നൽകുന്നുണ്ട്. അവരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഇത് നിർണായകമാകും. ലക്നൌ സൂപ്പർ ജയന്റ്സിനെ ഒതുക്കി നിർത്തിയ അച്ചടക്കമുള്ള ബോളിംഗ് പ്രകടനമാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ വിജയത്തിന് വഴിമരുന്നിട്ടത്. അതിനു പിന്നാലെ ശ്രദ്ധയോടെയുള്ള ബാറ്റിംഗും അവർക്ക് തുണയായി. അക്സർ പട്ടേൽ നയിച്ച ഡൽഹി ടീം LSGയുടെ കരുത്തരായ ബാറ്റിംഗ് നിരയെ തളക്കാൻ മികച്ച തന്ത്രങ്ങളാണ് പുറത്തെടുത്തത്. 142 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റ് ചെയ്തപ്പോൾ തുടക്കത്തിൽ ഒന്ന് പതറിയെങ്കിലും സമീർ റിസ്വിയിലൂടെ ഡൽഹി ക്യാപിറ്റൽസിന് പിന്നീട് നിലയുറപ്പിക്കാനായി. 26 റൺസിന് 4 വിക്കറ്റ് എന്ന അപകടകരമായ അവസ്ഥയിൽ നിന്നുപോലും മികച്ച കൂട്ടുകെട്ടുകളോടൊപ്പം റിസ്വിയുടെ ആ നിർണായക ഇന്നിംഗ്സ് ക്യാപിറ്റൽസിനെ കൈപിടിച്ചുയർത്തി. യുംകി എൻഗഡിയും പന്തുകൊണ്ട് തിളങ്ങി. നിക്കോളാസ് പൂരനെ പോലുള്ളവരെ പുറത്താക്കി LSG ബാറ്റിംഗ് നിരയ്ക്ക് മേൽ സമ്മർദ്ദം കൂട്ടുന്നതിൽ എൻഗഡിയുടെ പങ്ക് വലുതായിരുന്നു. ഈ ആദ്യ ജയം ഡൽഹിക്ക് IPL 2026 സീസണിൽ ഒരു പ്രധാന ശക്തിയായി മാറാൻ കഴിയുമെന്നതിന്റെ സൂചനയാണ്. സമ്മർദ്ദങ്ങളിലും കളിച്ച് ജയിക്കാനും ഏതു പിച്ചിലും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് മുന്നേറാനും അവർക്ക് കഴിയുമെന്ന് ഈ വിജയം തെളിയിക്കുന്നു. ലക്നൌ സൂപ്പർ ജയന്റ്സിനെ സംബന്ധിച്ച് ഡൽഹി ക്യാപിറ്റൽസുമായുള്ള മത്സരം ചില കാര്യങ്ങൾ ഉടൻ തന്നെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ടെന്ന് കാണിച്ചുതന്നു. 2025-ലെ ലേലത്തിൽ റെക്കോർഡ് 27 കോടി രൂപയ്ക്ക് LSG സ്വന്തമാക്കുകയും 2026 സീസണിൽ ടീമിന്റെ നായകനായി തിരഞ്ഞെടുക്കുകയും ചെയ്ത ഋഷഭ് പന്ത് ബാറ്റിംഗ് ഓപ്പൺ ചെയ്യാനായി ഇറങ്ങിയത് ശരിക്കും എല്ലാവരെയും ഞെട്ടിച്ച ഒരു നീക്കമായിരുന്നു. പക്ഷേ ഈ തന്ത്രപരമായ നീക്കം അവർക്ക് ഗുണം ചെയ്തില്ല. രണ്ടാം ഓവറിൽ ബോളർ മുകേഷ് കുമാറിന്റെ കൈയിൽ തട്ടിത്തെറിച്ച പന്ത് കാരണം പന്തിന് നിർഭാഗ്യവശാൽ റണ്ണട്ടായി പുറത്താകേണ്ടി വന്നു. RP സഞ്ജീവ് ഗോയങ്ക ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതും ജസ്റ്റിൻ ലാംഗർ പരിശീലിപ്പിക്കുന്നതുമായ LSG 2022-ലും 2023-ലും പ്ലേ ഓഫിലെത്തിയിരുന്നെങ്കിലും 2024-ലും 2025-ലും 7ാം സ്ഥാനത്ത് ഒതുങ്ങുകയായിരുന്നു. ഒരു IPL ഫൈനലിൽ പോലും ഇതുവരെ അവർക്ക് കടക്കാനായിട്ടില്ല. LSGയുടെ ഹോം ഗ്രൗണ്ടായ ഏകാന ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ലോ ആയതും സ്പിൻ ബോളർമാർക്ക് കൂടുതൽ പിന്തുണ നൽകുന്നതുമായ പിച്ചുകൾക്ക് പേരുകേട്ടതാണ്. ഇത് ബാറ്റ്സ്മാൻമാർക്ക് ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാക്കാറുണ്ട്. 2026-ലെ IPL-ൽ കൂടുതൽ സ്ഥിരതയാർന്ന പ്രകടനം ലക്ഷ്യമിടുന്ന ISK ഈ ആദ്യ മത്സരത്തിലെ ടീമിന്റെ പ്രകടനം തങ്ങളുടെ തന്ത്രങ്ങളിൽ ഒന്ന് മാറ്റിച്ചിന്തിക്കാൻ ഒരു കാരണമാകും. ആദ്യ മത്സരത്തിൽ ഓരോ താരത്തിന്റെയും പ്രകടനവും ടീമിന്റെ തന്ത്രങ്ങളും ശരിക്കും നിർണായകമായിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിനായി സമീർ റിസ്വിയുടെ കൂൾനെസ്സും പവർ ഹിറ്റിംഗും കളിയുടെ ഗതി മാറ്റിമറിച്ചു. 2026 സീസണിലേക്കും ഡൽഹി നിലനിർത്തിയ ഈ താരം മധ്യനിരയിലെ ഒരു പ്രധാന ഫിനിഷർ എന്ന നിലയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു. ലക്നൌ സൂപ്പർ ജയന്റ്സിലേക്ക് വരുമ്പോൾ 2026 സീസണിലേക്കുള്ള ടീമിലെ പ്രധാനിയായ മോഹ്സിൻ ഖാൻ പരിക്കിന് ശേഷം തിരിച്ചെത്തി ഈ സീസണിൽ കളിക്കാനിറങ്ങി. 2022-ൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 16 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റെടുത്ത മോഹ്സിൻ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച അന്ന് കാഴ്ചവെച്ചത്. വലങ്കയ്യൻ മധ്യനിര ബാറ്റ്സ്മാനായ അബ്ദുൾ സമദും 2026-ലേക്കുള്ള LSG സ്ക്വാഡിലുണ്ട്. 2025-ലെ മെഗാ ലേലത്തിലൂടെയാണ് ലക്നൌ ഇദ്ദേഹത്തെ ടീമിലെത്തിച്ചത്. മുൻ LSG ക്യാപ്റ്റനായിരുന്ന KL രാഹുൽ ഇപ്പോൾ ഡൽഹി കളിക്കുന്നത് ഈ മത്സരത്തിലെ മറ്റൊരു ആകർഷണമായിരുന്നു. ലക്നൌ റിലീസ് ചെയ്ത രാഹുലിനെ 2025-ലെ ലേലത്തിൽ 14 കോടി രൂപക്കാണ് ഡൽഹി സ്വന്തമാക്കിയത്. ഈ താര കൈമാറ്റങ്ങളും ഓരോരുത്തരുടെയും വ്യക്തിഗത പോരാട്ടങ്ങളും ഈ സീസണിലെ വരും മത്സരങ്ങളുടെ ആവേശം എത്രത്തോളം കൂട്ടുമെന്ന് കണ്ടറിയാം. IPL 2026 സീസൺ മാർച്ച് 28 മുതൽ മെയ് 31 വരെയാണ് നടക്കുന്നത്. ഇത്തവണ 84 മത്സരങ്ങളുള്ള ഒരു വിപുലീകരിച്ച ഫോർമാറ്റാണ് ടൂർണമെന്റിനുള്ളത്. ഇതിൽ പങ്കെടുക്കുന്ന 10 ടീമുകളും റൗണ്ട് റോബിൻ സ്റ്റേജിൽ 16 മത്സരങ്ങൾ വീതം കളിക്കും. 2025-ൽ തങ്ങളുടെ ആദ്യ IPL കിരീടം നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് നിലവിലെ ചാമ്പ്യന്മാർ. ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസ് നേടിയ ആദ്യ ജയം ഈ നീണ്ടതും വാശിയേറിയതുമായ സീസണിൽ അവർക്ക് നിർണായകമായ മൊമെന്റം നൽകും. LSGക്ക് ഈ തോൽവി ഒരു തിരിച്ചടിയാണ്. അവരുടെ ഗെയിം പ്ലാൻ ഉടൻ മാറ്റിയെടുക്കുകയും പുതിയ നേതൃത്വത്തെയും കളിക്കാരുടെ റോളുകളെയും കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. തങ്ങളുടെ പോരാട്ട വീര്യത്തിന് പേരുകേട്ട ഈ രണ്ട് ഫ്രാഞ്ചൈസികളും വരും മത്സരങ്ങളിൽ അവരുടെ കൂടുതൽ ഉറപ്പിക്കാനും ദൗർബല്യങ്ങൾ പരിഹരിക്കാനും ശ്രദ്ധിക്കും. ഈ സീസൺ നിറയെ തീപാർന്ന പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. ഇത് ലീഗ് സ്റ്റാൻഡിംഗിൽ വലിയ സ്വാധീനം ചെലുത്തുകയും കൊതിയോടെ കാത്തിരിക്കുന്ന IPL ട്രോഫിക്കായി പ്ലേ ഓഫിലേക്ക് കടക്കാൻ പോകുന്ന ടീമുകളെ തീരുമാനിക്കുകയും ചെയ്യും.